ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ട്. നമുക്ക് 3 സാധനങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. നോക്കാൻ പോകുന്നത് ഡിജിറ്റൽ പെയിന്റിങ്ങിനെ പറ്റിയാണ്. സോ ഞാൻ ഈ പറയുന്ന കുറേ സെലക്ട് ചെയ്ത് ചേഞ്ചസ് ഒക്കെ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനുവേണ്ടി നമ്മൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ആവശ്യമായ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം കവർ ചെയ്യുന്നതാണ്. സോ ഫസ്റ്റ് നമ്മൾ ഡിജിറ്റൽ ആർട്ടിലോട്ട് വരുമ്പോൾ അതിനകത്ത് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ക്യാരക്ടർ ഡിസൈൻ, കോൺസെപ്റ്റ് ആർട്ട്, ഇല്ലസ്ട്രേഷൻ, ആനിമേഷൻ, ഗ്രാഫിക് ഡിസൈൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. സോ ജസ്റ്റ് ലൈക്ക് എവറിത്തിങ് എൽസ് ഇതിനെപ്പറ്റി എല്ലാത്തിനെ പറ്റി ആ തുടക്കം തന്നെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മൾ നോക്കാൻ പോകുന്ന ഡിജിറ്റൽ പെയിന്റിങ്ങിനെ പറ്റിയാണ്. സോ ഞാൻ ഈ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പോർട്രേറ്റോ അല്ലെങ്കിൽ ഒരു ലാൻഡ്സ്കേപ്പോ അല്ലെങ്കിൽ ഒരു ഫാൻ ആർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഡിജിറ്റൽ ആർട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഡിജിറ്റൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ടൂൾസിനെ പറ്റിയാണ്. മെയിനായിട്ട് നമുക്ക് 3 സാധനങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. അതിൽ ഒന്നെന്ന് പറയുന്നത്, സോ ഇതൊരു ഡിജിറ്റൽ മീഡിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് ഡിജിറ്റൽ മീഡിയത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ്. അതിപ്പോൾ ഒരു ടാബ്ലറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്മാർട്ട് ഫോൺ ആയാലും മതി. ഇതിനകത്ത് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞ ഒരു ഐപാഡ്, അതിലെ പ്രോക്രിയേറ്റും യൂസ് ചെയ്ത് പെയിന്റിങ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് വാക്കം, ഹ്യൂൺ, എക്സ്പി പെൻ അങ്ങനെ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഒരു പെൻഡാ ബോർഡ് യൂസ് ചെയ്യേണ്ടി വരും. സോ അടുത്തായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ആണ്. അതിപ്പോൾ നമ്മൾ ഏത് ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോ നിങ്ങളിപ്പോൾ ഒരു കമ്പ്യൂട്ടറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഫോട്ടോഷോപ്പ്, ക്ലിപ്പ് സ്റ്റുഡിയോ, പെയിൻറ്റ്, ക്രിറ്റ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഐപാഡാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് പ്രോക്രിയേറ്റ് യൂസ് ചെയ്ത് സിമ്പിളായിട്ട് ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ സ്മാർട്ട് ഫോണിലേക്ക് നമുക്ക് ഓട്ടോഡെസ്ക്, സ്കെച്ച് ബുക്ക്, ഐബിസ് പെയിൻറ്റ് അങ്ങനത്തെ പല സോഫ്റ്റ്വെയർസും അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ അവൈലബിൾ ആണ്. സോ അടുത്തായിട്ട് നമുക്ക് വേണ്ട ഒരു സ്റ്റൈൽസ് അല്ലെങ്കിൽ ഒരു പെൻ ആണ്. അതായത് നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ ഒരു ഐപാഡ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ആപ്പിൾ പെൻസിൽ യൂസ് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതല്ല നമ്മളിപ്പോൾ ഒരു പെൻഡാബാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതിപ്പോൾ ഒരു വാക്കം അല്ലെങ്കിൽ എസ് പി പെൻ്റെ പെൻഡാബൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഓൾറെഡി അതിൻ്റെ കൂടെ തന്നെ ഒരു സ്റ്റൈൽസ് വരുന്നതാണ്. സോ നമ്മളിപ്പോൾ സ്മാർട്ട് ഫോണിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം ഒരു സ്റ്റൈൽസ് എക്സ്ട്രാ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ എളുപ്പമായിരിക്കും. നമ്മൾ കൈ കൊണ്ടൊക്കെ വരയ്ക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ നല്ലതായിരിക്കും ഈ സ്റ്റൈൽസ് പെന്നൊക്കെ യൂസ് ചെയ്ത് വരയ്ക്കുന്നത്. സോ നമ്മളിപ്പോൾ ടൂൾസിനെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻ്റർഫേസുമായിട്ടൊന്ന് കണക്റ്റായി സ്കെച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ്. ഏത് സോഫ്റ്റ്വെയർ ആയാലും നമുക്ക് ആദ്യം തന്നെ ഒരു ക്യാൻവാസ് സെറ്റ് ചെയ്യണം. സോ തുടക്കത്തിൽ നമുക്കൊരു 2000x2000 പിക്സൽസ് ഒക്കെ വരുന്ന ഒരു ക്യാൻവാസ് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു A4 അല്ലെങ്കിൽ ഒരു A3 അങ്ങനത്തെ ഏതെങ്കിലും ഒരു ക്യാൻവാസ് സൈസ് തുടക്കത്തിൽ യൂസ് ചെയ്യാവുന്നതാണ്. സോ അടുത്തതായിട്ട് ബേസിക് ഷേപ്സ് ഒക്കെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. സോ തുടക്കത്തിൽ നമ്മൾ സർക്കിൾ, സ്ക്വയർ, പിന്നെ ചുമ്മാ കുറച്ച് ലൈൻസ് ഒക്കെ വരച്ച് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. സോ അടുത്ത സ്റ്റെപ്പിൽ ഈ ലൈൻസും ഷേപ്സും ഒക്കെ വരച്ച് എന്തെങ്കിലുമൊക്കെ വരച്ച് നോക്കുക എന്നുള്ളതാണ്. സോ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ പെർഫെക്റ്റ് ആണോ അല്ലയോ ഒന്നും നോക്കണ്ട. പിന്നെ ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കറക്ഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക അത്രമാത്രം. സോ നമ്മൾ ഡിജിറ്റൽ ആർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഏറ്റവും യൂസ്ഫുൾ ആയ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ലെയേഴ്സ് എന്ന് പറയുന്നത്. എല്ലാ സോഫ്റ്റ്വെയറിലും നിങ്ങൾക്ക് ഈ ലെയേഴ്സ് അവൈലബിൾ ആയിരിക്കും. സോ ഈ ലെയേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ ഡിജിറ്റൽ ആർട്ടിൽ അടങ്ങിയിട്ടുള്ള എല്ലാ എലമെൻറ്റ്സും നമുക്ക് സെപ്പറേറ്റ് ലെയേഴ്സിലായിട്ട് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് എന്തെങ്കിലും ചേഞ്ചസോ കറക്ഷൻസോ അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ സിമ്പിളായിട്ട് ആ ഒരു ലെയർ മാത്രം സെലക്ട് ചെയ്ത് ചേഞ്ചസ് ഒക്കെ ചെയ്യാവുന്നതാണ്. ലെയേഴ്സിൽ നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ലെയറിൽ നമുക്കൊരു റഫ് സ്കെച്ച് ഇടാം, അല്ലെങ്കിൽ ട്രേസിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു ഇമേജ് ഒക്കെ ആഡ് ചെയ്യാനൊക്കെ പറ്റും. സോ സെക്കൻഡ് ലെയറിലോട്ട് വരുമ്പോൾ അവിടെ നമ്മളൊരു ക്ലീൻ ലൈൻ ആർട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ലെയറിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കളേഴ്സൊക്കെ ആഡ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ലെയേഴ്സൊക്കെ നമുക്ക് ഇനിയും കൂട്ടിയും വരയ്ക്കാൻ പറ്റും, കുറച്ചും വരയ്ക്കാൻ പറ്റും. സോ ലെയേഴ്സിനെ പറ്റിയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഈ ട്യൂഷനൊക്കെ പോലെ ഒരു 1-to-1 ഡിജിറ്റൽ ആർട്ട് ക്ലാസ് വേണം എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. സോ റഫ് സ്കെച്ചിങ് കഴിഞ്ഞു, നമ്മുടെ ഒരു ക്ലീൻ ലൈൻ ആർട്ട് വരച്ചു കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ കളേഴ്സൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ വർക്കിന് ഒരു ജീവൻ കൊടുക്കുന്നത്. സോ അതെങ്ങനെയാണ്, അതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു ലിമിറ്റഡ് കളർ പാറ്റേൺ യൂസ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. തുടക്കത്തിലായതുകൊണ്ട് തന്നെ ഈ കളർ വീലൊക്കെ യൂസ് ചെയ്ത് കളേഴ്സൊക്കെ പിക്ക് ചെയ്യുന്നത് ചിലർക്കെങ്കിലും ഒക്കെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. സോ പിന്നീട് നമുക്ക് കളേഴ്സിൻ്റെയൊക്കെ എണ്ണം കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോംപ്ലിമെൻ്ററി കളേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
അടുത്തായിട്ട് നമുക്ക് പുതിയൊരു ലെയറിൽ നമുക്ക് വേണ്ട ബേസ് കളേഴ്സ് ഒക്കെ ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. സോ ഈ ഒരു സ്റ്റൈലിൽ ഞാൻ സാധാരണയായിട്ട് നമ്മുടെ മിഡ് ടോൺസ് ആണ് യൂസ് ചെയ്യാറ്. നമ്മളൊരു പെയിൻറ്റിങ് ചെയ്യുമ്പോൾ അതിനകത്ത് ഷാഡോസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നോർമലി ഞാൻ പുതിയൊരു ലെയർ ബ്ലെൻഡിങ് മോഡ് മൾട്ടിപ്ലൈ ആക്കിയിട്ടാണ് ഷാഡോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാറ്. നമ്മൾ ഷാഡോസ് ആഡ് ചെയ്യുന്നതിനൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൈലൈറ്റ് ആഡ് ചെയ്യുക എന്നുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് മിഡ് ടോണിനെക്കാട്ടി ലൈറ്റ് ആയിട്ടൊരു കളർ എടുത്ത് പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ സ്ക്രീൻ പോലുള്ള ബ്ലെൻഡിങ് മോഡുകൾ യൂസ് ചെയ്തിട്ടായാലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. സോ നമ്മളിപ്പോൾ ആദ്യം ബേസ് കളർ ആഡ് ചെയ്തു, പിന്നെ ഷാഡോസ് കൊടുത്തു, പിന്നെ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇനി ജസ്റ്റ് എല്ലാം ഒന്ന് ഫിനിഷൊക്കെ ചെയ്തെടുക്കുക എന്നതാണ്. ഈ ഒരു സ്റ്റേജ് നമുക്ക് വേണമെങ്കിൽ നല്ലപോലെ സൂം ചെയ്ത് അത്യാവശ്യം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. എന്തെങ്കിലും റഫ് എഡ്ജൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി ശരിയാക്കി എടുക്കാം. പിന്നെ നല്ല കണക്ക് ലൈറ്റ് അടിക്കുന്ന പോർഷനിലൊക്കെ നല്ല ഷാർപ്പ് ഹൈലൈറ്റും കാര്യങ്ങളും ഒക്കെ കൊടുക്കാം. പിന്നെ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. സോ നമുക്ക് ടെക്സ്റ്റേഴ്സ് മെയിൻലി ക്ലോത്തിങ്ങിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ സ്കിന്നിലും ഹെയറിലും ഒക്കെ യൂസ് ചെയ്യാം. ഇനി ടെക്സ്ചറൊക്കെ വെച്ചൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക, ചിലപ്പോൾ അത് ശരിയാവും, കൊള്ളാമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് തന്നെ ടെക്സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ അവസാനമായിട്ട് നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റൈൽ നമുക്കതും ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ അവസാനമായിട്ട് വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്തെടുക്കാം. സോ നമ്മൾ ബേസിക്സ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് വെച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് സ്വന്തമായിട്ടൊരു സ്റ്റൈലൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനുവേണ്ടി നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക. ഡിഫറെൻറ്റ് ബ്രഷസ്, കളർ പാലറ്റ്, ടെക്സ്റ്റേഴ്സ്, ടെക്നിക്സ്, അങ്ങനെ ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇൻസ്പിറേഷന് വേണ്ടി നമ്മൾ വേറെ ആർട്ടിസ്റ്റുകളെയൊക്കെ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. കോപ്പി ചെയ്യാതിരിക്കുക, ജസ്റ്റ് റെഫർ ചെയ്യുക. പിന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ ഒരു യൂണീക്ക് സ്റ്റൈൽ കണ്ടെത്താൻ ശ്രമിക്കുക. പിന്നെ ഇറ്റ് ടേക്സ് ടൈം, സോ ഡോണ്ട് വറി. സോ നമ്മൾ എത്രത്തോളം വരയ്ക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. മിസ്റ്റേക്സ് വരും, നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. എന്നിരുന്നാലും നമ്മൾ പ്രാക്ടീസ് തുടരുക. തെറ്റ് പറ്റുന്ന തെറ്റിക്കോട്ടെ, ബട്ട് അത് റിപ്പീറ്റ് ആവാതിരിക്കാൻ ശ്രമിക്കുക. ടേക്ക് ഇറ്റ് ആസ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. സോ ഡിജിറ്റൽ ആർട്ട് എന്ന് പറയുന്ന ഒരു വണ്ടർഫുൾ വേൾഡ് തന്നെയാണ്. സോ അതിപ്പോൾ നിങ്ങൾ ചുമ്മാ ഒരു ഫണ്ടിന് വേണ്ടി വരയ്ക്കുന്നതായാലും അല്ലെങ്കിൽ ഇതൊരു കരിയർ ആക്കാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിലും ഇതിനാവശ്യമായിട്ടുള്ള ടൂൾസ് എല്ലാം നിങ്ങളുടെ ഫിംഗർ ടിപ്സിൽ തന്നെ അവൈലബിൾ ആണ്. സോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഒരിക്കലും പെർഫെക്റ്റ് ആകുക എന്നതല്ല, ജസ്റ്റ് ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാം അങ്ങ് ശരിയായിക്കോളും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. സോ ഫൈനലി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നിയാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ആർട്ടിസ്റ്റ് ഫ്രണ്ടുകൾക്കൊന്ന് ഷെയർ ചെയ്ത് തരിക. പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് ആ ഒരു ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ അടുത്ത വരുന്ന ആർട്ട് ട്യൂട്ടോറിയലൊന്നും നിങ്ങൾ മിസ് ചെയ്യില്ല. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ, പിന്നെ നിങ്ങളുടെ പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ഏത് ടോപ്പിക്കിൽ വേണമെന്ന് സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അവസാനം വരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. സോ ഇപ്പോഴേ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.